ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ ഒരു ജ്ഞാനം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതായത് ഈ സ്തുതിച്ചാൽ ഈ ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. സ്തുതിക്കുമ്പോൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ കൈയൊക്കെ അടിച്ചിങ്ങനെ സ്തുതിക്കുമ്പോൾ ചിലരുടെയൊക്കെ മനസ്സിൽ ചിന്തയുണ്ട്, ഇത്രയും ശബ്ദത്തിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷേ ദൈവത്തിൻ്റെ ജ്ഞാനം എന്താണ് നമ്മോട് പറഞ്ഞിട്ടുള്ളതെന്ന് ഈ പുസ്തകത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുദിന സാധാരണമായ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ ലഘൂകരിക്കാൻ കഠിന പ്രയത്നങ്ങളില്ലാതെ ദൈവത്തെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഈ സ്തുതിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളുടെ സാവൂൾ രാജാവിനെ കൂടെ പിശാച് പീഡയുണ്ട്, പിശാച് ബാധയാണ്. ദാവീദ് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ 2 പാട്ട് പാടാമെന്ന് പറഞ്ഞു. ദാവീദ് കിന്നരം വെച്ച് പാട്ട് പാടുമ്പോൾ സാവൂളിലെ പീഡ അലറി വിളിച്ചുകൊണ്ട് വിട്ടു. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ ആരാധനയുടെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ദൈവസ്തുതി. നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാനാണ് ഈ സമയം നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ പലരും ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ ഒരു ജ്ഞാനം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഈ സന്ധ്യയിൽ ഈശോയുടെ സന്നിധിയിൽ ദൈവസ്തുതിയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, ഒരു ദൈവ പൈതൽ ദൈവിക കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? ഞാൻ ആവർത്തിക്കുന്നു, ഒരു ദൈവ പൈതൽ ദൈവിക കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത് ആരാ? ആരാണ്? നമ്മളൊക്കെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ദൈവ ശുശ്രൂഷകളൊക്കെ എങ്ങനെ, ഏത് വിധത്തിൽ, ഏത് വിധേന എങ്ങനെയായിരിക്കണമൊക്കെ ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത് ആരായിരിക്കണം? ദൈവിക കാര്യങ്ങളായതുകൊണ്ട് ദൈവമാണ്, യാതൊരു സംശയമില്ല. ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കണം ദൈവിക കാര്യങ്ങൾ നടക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ദൈവ ശുശ്രൂഷകളൊക്കെ നടക്കേണ്ടത്. അത് ദൈവത്തിൻ്റെ തുടക്കം, ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യൻ്റെ തുടക്കം മുതൽ ദൈവാരാധനയെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് നമ്മൾ പഴയ നിയമം മുതൽ ദൈവത്തിൻ്റെ മനസ്സിലാക്കി വേണം ദൈവ ആരാധനയ്ക്ക് വരേണ്ടത്. അപ്പോൾ ദൈവാരാധനയ്ക്ക് വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതല്ല, സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈ സ്തുതിച്ചാൽ ഈ ദൈവത്തിൻ്റെ മനസ്സിലാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. സ്തുതിക്കുമ്പോൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ കൈയൊക്കെ അടിച്ചിങ്ങനെ സ്തുതിക്കുമ്പോൾ ചിലരുടെയൊക്കെ മനസ്സിൽ ചിന്തയുണ്ട്, ഇത്രയും ശബ്ദത്തിൻ്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ദൈവത്തിന് എന്നാ ചെവി കേൾക്കത്തില്ലേ, ദൈവത്തിന് ചെവി കമ്മിയാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ ജ്ഞാനം എന്താണ് നമ്മോട് പറഞ്ഞിട്ടുള്ളതെന്ന് ഈ പുസ്തകത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ജ്ഞാനം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അല്പസമയമെങ്കിലും നമ്മൾ ഈ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അനുദിന സാധാരണമായ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ ലഘൂകരിക്കാൻ കഠിന പ്രയത്നങ്ങളില്ലാതെ ദൈവത്തെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഈ സ്തുതിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കൂടെ പറയും ഹല്ലേലൂയ. അപ്പം നമ്മൾ ഹല്ലേലൂയ, ഹല്ലേലൂയ അങ്ങനല്ല, ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 3-ാം അധ്യായം 15-ാം തിരുവചനം ഒന്ന് വായിക്കാമോ? 2 രാജാക്കന്മാർ. എല്ലാവരും ബൈബിളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ വായിക്കാം. 2 രാജാക്കന്മാർ അതിൻ്റെ 3-ാം അധ്യായം 15-ാം തിരുവചനം. അതിനകത്ത് ഇങ്ങനെയാണ് പറയുക, ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഗായകൻ പാടിയപ്പോൾ കർത്താവിൻ്റെ ശക്തി ഏലിഷായുടെ മേൽ ആവസിച്ചു. ആരാണ് പാടിയപ്പോൾ? ഗായകൻ. ഗായകരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളെല്ലാം ഒരുമാതിരിയൊക്കെ
പാട്ടൊക്കെ പാടുന്നവരാണ്. ഇവിടെ ഒരു ദൈവവചനം പറയാണ്, ഏലിഷ എന്ന് പറയുന്ന ദൈവ പൈതലിനോട് ആ നാട്ടിലെ 2 രാജാക്കന്മാർ വന്നെന്ന് പറഞ്ഞു, ഞങ്ങള് ഈ മൊവാബിനെതിരെ, വിജാതിയർക്കെതിരെ യുദ്ധത്തിന് പോകണമോ വേണ്ടായോ? നീ പ്രവചിച്ചിട്ട് പറ. അപ്പൊ ഏലിഷ പ്രവാചകൻ പറഞ്ഞു, ഞാൻ പ്രവചിക്കാം, പക്ഷെ പ്രവചിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ആവസിക്കണം. അല്ലാതെ ചുമ്മാ പറഞ്ഞാൽ അത് ഭാവി ഫലം പറയുന്ന, അല്ലേ, നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ വന്നിരുന്ന് അമ്മ വരണേ, നോക്കണേ, കാണണേ, കൈനീട്ട്, എന്നാ ഐശ്വര്യം, മുഖലക്ഷണം കണ്ടാൽ അറിയാം, ഇതൊക്കെ ഇത് ഭാവി പറയുന്ന ആൾക്കാരാണ്. അതല്ല ബൈബിളിലെ പ്രവചനം. വേറെ ദിവസത്തിൽ അതേക്കുറിച്ച് പറഞ്ഞുതരാം. നാളെ എന്ത് നടക്കും അങ്ങനെയൊക്കെ പ്രവചിച്ച തല്ലു വാങ്ങിയ ധാരാളം ആൾക്കാരുണ്ട്, കോവിഡ് കാലത്തും പ്രളയകാലത്തും ഒക്കെ. അതല്ല നമ്മുടെ വിഷയം. പ്രവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചെടുക്കണം. അതിനെന്ത് വേണം? ദൈവാത്മാവ് വേണം. മനസ്സിലായൊരു പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലാകാത്തൊരു പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധയോടിരിക്കണം. മനസ്സിലായവരും മനസ്സിലാകാത്തവരും ഇവിടെ ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ആവസിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് ഏലീഷ പറഞ്ഞു, ഈ പ്രവചനം ഞാൻ നടത്തണമെങ്കിൽ ഇസ്രായേൽ രാജാവേ, യൂദായ രാജാവേ, നിങ്ങൾ മൊവാബ്യർക്കെതിരെ യുദ്ധത്തിന് പോയാൽ നിങ്ങൾ യുദ്ധത്തിൽ ജയിക്കുമോ ഇല്ലയോ എന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരാതെ ഞാൻ എങ്ങനെ പറയും? അതുകൊണ്ട് ഞാൻ പ്രവചിക്കണമെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ആവസിക്കണം, അഭിഷേകം കിട്ടണം. അഭിഷേകമില്ലാതെ പറയുന്ന പാഴ്വാക്കായിട്ട് മാറരുത്. അതുകൊണ്ട് ഏലീഷ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ആവസിക്കണമെങ്കിൽ എന്ത് വേണം? ലൈവായിട്ട് ഒരു പാട്ട് കേൾക്കണം, ഒരു ഗായകനെ കൊണ്ടുവരിക. അപ്പൊ ഈ ഗായകൻ വന്നു, പാടിയ പാട്ട് ഏതാണെന്ന് അറിയാമോ? സിനിമാ പാട്ടാണോ? സിനിമാ പാട്ട് പാടി കേൾക്കുമ്പോൾ ആവസിക്കുന്ന അഭിഷേകത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഗായകൻ ദൈവസ്തുതികൾ പാടുമ്പോഴാണ് ദൈവാത്മാവ് ആവസിക്കുന്നത്. ലോകത്തിന്റെ പാട്ടുകൾ പാടുമ്പോൾ ലോകത്തിന്റെ അരൂപി ആവസിക്കും. അതുകൊണ്ട് ഗായകൻ ഏത് പാട്ട് പാടി? ദൈവസ്തുതികൾ. ഇങ്ങനെയാണ് വചനം പറയുക. 2 രാജാക്കന്മാർ 3:15. ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി ഏലീഷയുടെ മേൽ ആവസിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പം ഇവിടെ ഗായകർ പാടുമ്പോൾ ആർക്കെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം ഉണ്ടാകുന്നില്ലെന്നുണ്ടേ ഇവരോട് ചോദിച്ചോണം കേട്ടോ. ഗായക പാട്, ശരിക്കും പാട്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരു സഹോദരൻ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അച്ഛാ ഈ പാടുന്ന പാട്ടുകളൊക്കെ ഒരു ലീഫ്ലെറ്റായിട്ടൊക്കെ എഴുതി ആളുകൾക്ക് കൊടുത്താൽ അവരൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ വന്നാൽ ആ പാട്ടിലൊരു ഭയങ്കരമായ അനോയിന്റിങ് ഉണ്ടാകും. ഇതിന്റെ ആത്മാവ് അങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്ക് പാട്ടിൽ ഒരു വലിയ അഭിഷേകമാണ്. ദൈവത്തിന്റെ വചനം പറയാണ്, പാടുമ്പോൾ ദൈവത്തെ സ്തുതികൾ ഉയർത്തുമ്പോൾ ദൈവാത്മാവ് ശക്തമായി ആവസിക്കും. അതിനാൽ ഈ അഭിഷേകം നമ്മൾ തിരിച്ചറിയണം. അതിനാണ് സ്തുതിച്ചു പാടി പ്രാർത്ഥിക്കണമെന്ന് പറയുക. ഹല്ലേലൂയ. വീണ്ടും ദൈവം ഈ സ്തുതി ആഗ്രഹിക്കുന്നുണ്ട്. സങ്കീർത്തനം 22-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം തിരുവചനം. 22-ാം സങ്കീർത്തനത്തിന്റെ 3-ാം തിരുവചനം എന്താ വായിക്കാമോ? ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. സങ്കീർത്തകൻ പാടുകയാണ്, ദൈവം എവിടാണ് ഇരിക്കുന്നത്? ദൈവം എവിടാണ് ഇരിക്കുന്നത്? സ്തുതിയുടെ സിംഹാസനത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഇവിടെ ഇരിക്കുന്ന ഒരു 300 പേരുണ്ടെങ്കിൽ 300 പേരും ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചാൽ ഈ സ്തുതിയുടെ ശബ്ദം എന്തായി മാറുമെന്നറിയാമോ? ഈ ശബ്ദം ഒരു സിംഹാസനമായിട്ട് മാറും. ഇസ്രായേലിന്റെ കൊരണ്ടിയുടെ മുകളിലിരിക്കുന്ന ആളെന്നാണോ പറയുന്നത്? കൈയില്ലാത്ത കസേരയുടെ മുകളിൽ എന്നാണോ പറയുന്നത്? തടിക്കസേര അല്ല, സിംഹാസനത്തിന്റെ മുകളിൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ.
ഏത് തരത്തിലുള്ള സ്തുതിയാണെന്നറിയാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ പറയുമ്പോൾ ചെറിയ തടിക്കസേര, കയ്യില്ലാത്ത പ്ലാസ്റ്റിക് കസേര, അതല്ല. സിംഹാസനം, രാജാവിനിരിക്കുന്ന സ്തുതി, ഉച്ചത്തിൽ ദൈവസ്തുതികൾ ഉയരുമ്പോൾ പ്രിയപ്പെട്ടവർ, വലിയൊരു സ്തുതി അന്തരീക്ഷത്തിൽ ഒരുക്കിയാൽ ഈ അന്തരീക്ഷത്തിൽ വചനം പറയുകയാണ്, ഈ സ്തുതിയുടെ സിംഹാസനത്തിൽ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. അത് നിസ്സാരമായൊരു കാര്യമല്ല. ഇവിടെ നിന്ന് ദൈവസ്തുതി ഉയർത്തി ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്നതിൻ്റെ അടയാളങ്ങൾ ഓരോരുത്തരും വന്ന് പറയും. ഇന്നിപ്പോൾ വന്ന് ഒരു ചേച്ചി, അന്നമ്മ ജോസഫ് എന്നൊരു ചേച്ചി വന്ന് പറഞ്ഞാണ്, ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു വെഞ്ചരിച്ച എണ്ണ കൊടുത്തു. ഒരു ആശീർവദിച്ച എണ്ണയാണ്. നമ്മുടെ MCOയും സഹോദരങ്ങൾ അവർ പ്രത്യേകം അതൊക്കെ നിറച്ച് വെച്ചിരുന്നതാണ്. ആ എണ്ണ അമ്മച്ചി കൊണ്ടുപോയി. വേറൊരമ്മച്ചി കുറേ നേരമായിട്ട് ഇങ്ങനെ ഈ അദ്ദേഹത്തിന് അമ്മയ്ക്ക് വല്ലാത്ത ക്ഷീണം, കിതപ്പ്, നാടിമിടിപ്പ്, അങ്ങനെ കഴുത്തിനവിടെയുള്ള ഒരു നരമ്പ് ഇങ്ങനെ സ്പ്രിങ് കണക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിൽക്കണില്ല. അപ്പോൾ ഇത് സ്ട്രോക്കൊക്കെ വരാൻ സാധ്യതയുള്ള, BP കൂടുതലാണോ, അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ചികിത്സയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടും ഇത് മാറണില്ല. ECG ഒക്കെ എടുത്ത് എന്നിട്ട് ഇത് മാറണില്ല. അപ്പോഴാണ് വൈകുന്നേരം രാത്രി ഇത് കാണാൻ വന്ന അയൽവക്കത്തുള്ള ഒരു ഹൈന്ദവ സഹോദരി, ഒരു ചേച്ചി പറഞ്ഞു, നിങ്ങളുടെയെങ്കിലും വീട്ടിൽ ഈ വെഞ്ചരിച്ച പ്രാർത്ഥിച്ച എണ്ണയൊന്നും ഇരിപ്പില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അന്നമ്മ ചേച്ചി ഇവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. പറഞ്ഞു അന്നമ്മ ചേച്ചി പറഞ്ഞു, അയ്യോ മറന്നുപോയല്ലോ, കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ചൊരു എണ്ണ കിട്ടിയല്ലോ, ഈ എണ്ണ ആ ടക്ക് നരമ്പിലോട്ട് പുരട്ടി നിന്നുപോയി. ആളല്ല, നാട് നോർമലായി. വലിയൊരു സാക്ഷ്യമായിട്ട് അമ്മ എന്ന് വന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തി വിളിച്ച് ഇറക്കുന്ന ഏറ്റവും വലിയൊരു ഉപകരണമാണ് സ്തുതികൾ. എന്തുമാത്രം ദൈവത്തെ ആരാധിക്കാമോ, സ്തുതിക്കാമോ, ദൈവശക്തി ഇറങ്ങി വരും. ഇത് മംഗളത്തിലോ മനോരമയിലോ പറഞ്ഞ കാര്യമല്ല, ഇത് ദൈവവചനത്തിൽ പറഞ്ഞ കാര്യമാണ്. ഈ പുസ്തകം നിങ്ങൾക്ക് വിശ്വസിക്കാം, ഈ പുസ്തകം നിങ്ങളെ ചതിക്കില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാരണം സങ്കീർത്തനം 24-ാം സങ്കീർത്തനം 8-ാം തിരുവചനം പറയുന്നുണ്ട്, ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവാണ് ഈ മഹത്വത്തിന്റെ രാജാവ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്തുതിക്കുമ്പോൾ ഇറങ്ങി വരുന്നത് ആരാണത്? മഹത്വത്തിന്റെ രാജാവ്, പ്രബലനും ശക്തനുമായ രാജാവാണ് ഇറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് 77-ാം സങ്കീർത്തനം 10-ാം തിരുവചനം പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മുടെ സ്തുതി ഉയർത്തിയാൽ ഈ സ്തുതിയുടെ സിംഹാസനത്തിൽ ഇസ്രായേലിന്റെ പരിശുദ്ധൻ, മഹത്വത്തിന്റെ രാജാവ് ഇറങ്ങി വരും. അവനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, സങ്കീർത്തനം 24-8 പറയുന്നത്, അവൻ ശക്തനും പ്രബലനുമാണ്, ശക്തനായ ദൈവമാണ്. സങ്കീർത്തനം 77:10 എന്താ പറയുന്നത് അറിയാമോ? ആ വചനം ഇങ്ങനെയാണ്, അതായത് അത്യുന്നതന്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണമെന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, വചനം ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെയൊക്കെ ദുഃഖത്തിന് ബൈബിൾ കണ്ടെത്തുന്ന ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മളൊക്കെ ദുഃഖിച്ചിരിക്കാൻ ബൈബിൾ പറയുന്നത് ലോട്ടറി അടിക്കാത്തതോ അഡ്മിഷൻ കിട്ടാത്തതൊന്നുമല്ല. നമ്മൾ ദുഃഖിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ആളുകൾ നമ്മളെക്കുറിച്ച് പള്ളു പറഞ്ഞതൊന്നുമല്ല, നമ്മളുടെ ഇമേജ് നശിപ്പിച്ചൊന്നുമല്ല, നമ്മളുടെ കുറിച്ച് ആളുകൾ അപഖ്യാതി പറഞ്ഞ അപവാദം പറഞ്ഞതൊന്നുമല്ല നമ്മുടെ ദുഃഖ കാരണം. ബൈബിളിന്റെ ഭാഷ്യത്തിൽ, മനുഷ്യരുടെ ഭാഷയിൽ ഇതൊക്കെയാണ് കാരണം, ദുഃഖ കാരണം. കാശില്ലാത്തതും അടി കിട്ടിയതും ഒക്കെയാണ് ദുഃഖ കാരണം. പക്ഷേ ബൈബിൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു ദൈവ പൈതലിന്റെ ദുഃഖത്തിന്റെ കാരണം അത്യുന്നതന്റെ ശക്തി അവന്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നില്ല. മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്നില്ല. അത് പ്രകടമാകാൻ ബൈബിൾ പറയാണ്, സ്തുതിയുടെ സിംഹാസനം ഒരുക്കിയാൽ പ്രബലനും ശക്തനുമായ അവൻ ഇറങ്ങി വരും. ഈ ശക്തി നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. അപ്പൊ പിന്നെ എന്ത് സംഭവിക്കും? ദുഃഖം മാറിപ്പോവും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സാത്താൻ പറയും, ഓ വെറുതെയാണ്,
ഇതൊക്കെ പെന്തക്കോസ്തുകാരുടെ രീതിയാണ്. കത്തോലിക്കർ, നമ്മൾ കുടുംബത്തിൽ പറഞ്ഞ കത്തോലിക്കർക്ക് ഇങ്ങനൊന്നും സ്തുതിയൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ വൈറ്റ് കോളറൊക്കെ ഇട്ട് ഇങ്ങനെ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കസേരയിലിരിക്കണം, കുർബാന കാണണം, അല്ലേ, വെയിലത്തും പിതളവ നിൽക്കുന്നവണൊക്കെ ഇങ്ങനെ നിന്ന് കുർബാനയൊക്കെ കണ്ടിട്ട് നമ്മൾ പോകണം. അത്രയേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഉണ്ട്. ഇവിടെ അല്ല, ഞാൻ ഈ പറയുന്നതെല്ലാം പമ്പയാറിനക്കരെയുള്ള കാര്യങ്ങളാണ്. ആരും എന്നോട് ദേഷ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, പലരും ചിന്തിക്കുന്നത് ബൈബിളിൽ ഇങ്ങനെയുള്ള സ്തുതികളൊന്നും നമുക്ക് വേണ്ടി പറഞ്ഞിട്ടില്ല എന്ന്. അങ്ങനല്ല, ബൈബിൾ എല്ലാവർക്കും വേണ്ടി എഴുതിയിട്ടുള്ള. ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തെ ആരാധിക്കണമെന്നും ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കണമെന്നും ദൈവത്തിന് സ്തുതി ഒരു ജീവിതത്തിൽ ഒരുക്കപ്പെട്ടാൽ ദൈവശക്തി ഇറങ്ങി വരുമെന്നും ആ ശക്തി എൻ്റെ ദുഃഖങ്ങൾ എടുത്തു മാറ്റുമെന്നും അവിടുത്തെ സാന്നിധ്യമാണ് എന്നെ വിജയത്തിലെത്തിക്കുന്നതെന്നും ബൈബിൾ പറയുമ്പോൾ സാത്താൻ നുണയനും നുണയുടെ ഫാദറുമാണ്. ഇവൻ്റെ നുണയെ ബന്ധിക്കാൻ ആദ്യമേ നമ്മൾ ഈ കണ്ണ് ഒന്ന് തുറന്നു കിട്ടണം. അതിനൊരു വചനം പറഞ്ഞു തരുന്നത് ഏറ്റു പറയണം. പലരും ഈ സാത്താൻ പറഞ്ഞിരിക്കുന്ന നുണകൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന കുറച്ച് പേര് ഇരിപ്പുണ്ട്. ശക്തമായിട്ട് ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കണം. വളരെ അനിവാര്യമായ തുടക്കത്തിൻ്റെ ശുശ്രൂഷയാണ്. ഈ സമയം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സാത്താന്റെ മാറ്റണമേ. കാലങ്ങളായി ഈ നുണകൾ കേട്ട് കണ്ണുകളിൽ അന്ധത ബാധിച്ചിരിക്കുന്ന, ഹൃദയം മങ്ങിപ്പൊളിച്ചിരിക്കുന്ന ഈ മക്കളിൽ നിന്ന് സാത്താന്റെ നുണകൾ ഈ സമയം യേശുവിന്റെ മോചനത്തിന്റെ ബാറൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 31-ാം തിരുവചനമാണ്. ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ നമുക്ക് ഇതിന്റെ മർമ്മങ്ങളൊന്നും മനസ്സിലാകണമെന്നില്ല. പക്ഷേ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വെറുതെ കണ്ണും പൂട്ടി അങ്ങ് അനുസരിക്കണം. ദൈവിക കാര്യങ്ങളല്ലാതെ വേറൊന്നും പറയില്ല. കർത്താവിൻ്റെ കാര്യങ്ങളല്ലാതെ തിരുസഭ പഠിപ്പിക്കുന്നതല്ലാതെ മറ്റൊന്നും പറയില്ല. അതുകൊണ്ട് കണ്ണും പൂട്ടി അനുസരിക്കണം. അത് മർമ്മങ്ങൾ മനസ്സിലായില്ലെങ്കിലും അതിൽ രഹസ്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കണം, ഏറ്റു പറയണം. ഈ വെഞ്ചരിച്ച എണ്ണയുടെ കാര്യം കണക്കെയാ, വെറുതെ അതൊക്കെ അങ്ങ് അനുസരിക്കണം. അതൊക്കെ ദൈവം കൃപയാക്കി മാറ്റിത്തരും. അതുകൊണ്ട് ഈ വചനം ഒന്ന് ഏറ്റു പറയാമോ? ബാറൂക്കിന്റെ പുസ്തകം 2:31 വചനം ഇതാണ്: ഞാൻ അവർക്ക് ശ്രവിക്കുന്ന കാതുകളും അനുസരിക്കുന്ന ഹൃദയവും നൽകും. ഇത് ദൈവത്തിന്റെ വചനമാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ മക്കൾക്ക് ശ്രവിക്കുന്ന കാതുകൾ, അനുസരിക്കുന്ന ഹൃദയം കൊടുക്കാൻ പോവുക. അതായത് പല നുണകളും സാത്താൻ പറഞ്ഞത് കേട്ട് 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 പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്ന നുണകൾ തകരാതെ പ്രിയപ്പെട്ടവരെ വചനം ഉള്ളിൽ കയറുകയില്ല. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് ഇവിടേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ ധ്യാന ശുശ്രൂഷകളൊന്നും ശുശ്രൂഷ ചെയ്യുന്നപ്പോൾ അവരോട് ദാനിയേൽ പൂർണ്ണത്തിലച്ഛൻ പറഞ്ഞു, വെച്ചാൽ ഇവിടെ ഞാൻ വചനം ധാരാളം പാകിയിട്ടുണ്ട്. ആ വചനം ഈ മക്കൾ വളർത്തി 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 വലുതാക്കി കാണാൻ എനിക്ക് വലിയ കൊതിയാണെന്ന് പറഞ്ഞു, വലിയ ആഗ്രഹമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വചനം കൊടുക്കാനുള്ള ശുശ്രൂഷ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവിടെ ഒരുക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നേരിട്ട് പറയാം: ഞാൻ അവർക്ക് ശ്രവിക്കുന്ന കാതുകളും അനുസരിക്കുന്ന ഹൃദയവും നൽകും. കർത്താവ് ഈ വചനത്തിന്റെ ശക്തിയാൽ കാതുകൾ തുറക്കട്ടെ, കണ്ണുകൾ തുറക്കട്ടെ. കർത്താവായ ഈശോ ഹൃദയത്തിന്റെ മന്ദതകൾ എടുത്തു മാറ്റട്ടെ, മടുപ്പുകൾ ഇല്ലാതാകട്ടെ, ഉറക്കം, ക്ഷീണം, മടി, മന്ദത, അലസത കർത്താവായ ഈശോയെ ഹൃദയം തുറന്ന് പ്രാർത്ഥനയ്ക്ക് എടുക്കണമേ, ദൈവവിചാരത്തിൽ എടുക്കണമേ, വിശുദ്ധിക്ക് എടുക്കണമേ, സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, പലരും പറയും ഈ സ്തുതികളൊക്കെ പെന്തക്കോസ്തുകാർ പ്രൊട്ടസ്റ്റന്റുകാരൊക്കെയാണ് നടത്തുന്നത്. ഇതൊന്നും കത്തോലിക്കർക്കൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയല്ല. വചനം എന്താണ് പറയുന്നതെന്നറിയാമോ? ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 36, 37, 38 തിരുവചനങ്ങളിൽ പുതിയ നിയമത്തിൽ നമ്മളെ ദൈവം വായിച്ചു പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ലൂക്കാ 2, 36, 37, 38 വാക്യങ്ങൾ വായിക്കും. ഫനുവേലിന്റെ പുത്രിയും ആഷേർ വംശയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്
ഉപവാസത്തിനും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. ദേവാലയത്തിൽ 84 വയസ്സുള്ള ഒരു വിധവ കഴിയുകയായിരുന്നു. എങ്ങനെ കഴിഞ്ഞത്? രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, രാപകൽ ദൈവത്തെ സ്തുതിക്കുന്ന മക്കൾ ഉണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനുശേഷം അടുത്ത വചനം 38-ാം വചനം കൂടെ വായിക്കാമോ? അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അതായത് ഈശോയുടെ മാതാപിതാക്കൾ പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച ആ സമയം 84 വയസ്സുള്ള ആഷേർ വംശജയായ ഫനുവേലിന്റെ പുത്രിയായ ഈ സ്ത്രീ മുന്നോട്ട് വന്നിട്ട്, ഹന്ന മുന്നോട്ട് വന്നിട്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചിട്ട് ശിശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈശോയെ കുറിച്ച് ഒരക്ഷരം പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് സ്തുതിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പലർക്കും ഈശോയെ കുറിച്ച് പറഞ്ഞ മടുപ്പ് തോന്നുന്നതിന്റെ കാരണം, പലരും പിന്മാറിപ്പോകുന്നതിന്റെ കാരണം, പലരും ഈ സ്റ്റേജിൽ ഇല്ലാത്തതിന്റെ കാരണം, പലരും ഈശോയെ കുറിച്ച് പറഞ്ഞിട്ട് പലരും പല വിഷയങ്ങളിലേക്ക് ചേക്കേറുന്നതിന്റെ കാരണം, പ്രിയപ്പെട്ടവരെ, സ്തുതിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. ബൈബിൾ പറയുന്നത് ചരിത്രം പറയാൻ വേണ്ടി മാത്രമല്ല. ഇത് ചരിത്രം പറയുന്ന പുസ്തകം മാത്രമല്ല. ചരിത്രം പറയാനാണെങ്കിൽ ഏതെങ്കിലും ചരിത്ര പുസ്തകത്തിൽ എഴുതി വെച്ചാൽ മതിയായിരുന്നു. ഇത് ബൈബിളിൽ എഴുതി വെച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇത് എനിക്ക് നിനക്കുമുള്ള ദൂതാണ്, സന്ദേശമാണ്. ഈശോയെക്കുറിച്ച് ഒരു കഷണം വാക്ക് പറയണമെങ്കിൽ, ഈശോയെക്കുറിച്ച് ഒരക്ഷരം പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, മക്കളോട് മോനെ ദൈവത്തെ വിളിക്കട എന്നൊന്ന് പറ്റണമെങ്കിൽ, ആ പറയുന്നത് കേട്ട് മോനൊന്ന് അനുസരിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞു തരികയാണ്, നീ അതിനു മുൻപ്, ഈശോയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ദൈവത്തെ സ്തുതിക്കാൻ കരങ്ങൾ ഉയർത്തണം, നാവ് ഉയർത്തണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും സാത്താന്റെ നുണ തകരണം. പലരും പലതും നമുക്കൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് തന്നെ പറഞ്ഞിട്ടുള്ളതാ. ലൂക്കായുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 54-ാം വാക്യം, അതിന്റെ പശ്ചാത്തലം ഇതാണ്. ലൂക്ക 24-ന്റെ 54-ാം വാക്യം വായിക്കാം. പശ്ചാത്തലം ഇതാണ്. ഒലിവുമലയിലേക്ക് ഈശോ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ഈ ശിഷ്യന്മാരെയും കൊണ്ടുപോയി മുകളിലേക്ക് പോയി. മുകളിൽ ചെന്ന് അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ സ്വർഗത്തിലേക്ക് പോയി. ഈശോ സ്വർഗാരോഹണം ചെയ്തു. അതിനുശേഷം ഈ ശിഷ്യന്മാരെന്താ ചെയ്തതെന്ന് 58-ാം വാക്യം. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്ലീഹന്മാരുടെ കാലമാണ്, സ്ലീഹന്മാരുടെ നോമ്പ് കാലമാണിത്. സ്ലീഹന്മാരെ കുറിച്ച് ബൈബിൾ പറയാണ്, അവര് കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവർ ദേവാലയത്തിലേക്ക് വന്ന് എപ്പോഴും അവർ ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, ദൈവമേ സ്തുതി, ഹല്ലേലൂയ, ദൈവമേ മഹത്വം, ദൈവമേ നന്ദി. പ്രിയപ്പെട്ടവരെ, സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരിലേക്ക് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്താ ദിനത്തിൽ വരുന്നത്. അതിനാൽ ബൈബിളിൽ പറഞ്ഞ കാര്യമാണ് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയത്ത് സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ബൈബിളിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? സംഗീത ഉപകരണങ്ങളോട് സ്തുതിക്കണം. അതായത് തബലയും മദ്ദളവും കിന്നരവും വീണയും വയലിനും ഒക്കെ വെച്ച് സ്തുതിക്കണമെന്നാണ് പറയാ. ഇതെല്ലാം കൂടെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതെല്ലാം കൂടെ അടുക്കിക്കൂട്ടി ഒരു പെട്ടിക്കകത്ത് വെച്ചേക്കുന്നതാണ് ഈ കീബോർഡ്. അതിനകത്തെല്ലാം ഉണ്ടല്ലേ, പട്ടി വരയ്ക്കുന്ന സ്വരം വരെയുണ്ട്. ഈ സ്വരങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇത് വെച്ച് നമ്മൾ നമ്മുടെ സാധ്യതകളൊക്കെ വെച്ച് കിന്നരങ്ങളോടെ, സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി സ്തുതിക്കണം. 2 ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിന്റെ 5-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 2 ദിനവൃത്താന്തങ്ങൾ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെ. അവിടെ കൂടിയിരുന്ന എല്ലാ പുരോഹിതന്മാരും ഗണഭേദമന്യേ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു വന്നപ്പോൾ ആസാഫ്, ഹേമാൻ, യദൂദൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും ബന്ധുക്കളുമായി സംഗീതജ്ഞരായ ലേവ്യരൊക്കെയും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും
വീണകളും കിന്നരങ്ങളും പിടിച്ച് ബലിപീഠത്തിന് കിഴക്ക് വശത്ത് കാഹളമൂതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരോട് ചേർന്ന് നിന്നു. കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലപിച്ചു. കാഹളം, കൈത്താളം, മറ്റ് സംഗീതോപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ചു പാടി. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ ഒരു മേഘം വന്നു നിറഞ്ഞു. ദേവാലയത്തിൽ കർത്താവിൻ്റെ തേജസ് നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ തുടരുവാൻ സാധിച്ചില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് ദൈവത്തിന്റെ ആലയത്തിൽ പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുകയാണ്. അവരുടെ പേരൊക്കെ പറയുന്നുണ്ട്. ആസാഫും ഹേമാനും യദുഥൂനും ഒക്കെ ചേർന്ന്, ലേവ്യരുടെ പുത്രന്മാരെല്ലാവരും കൂടെ ചേർന്ന് സംഗീതജ്ഞരായ ലേവ്യരും കൂടെ വന്ന് ചണവസ്ത്രങ്ങളൊക്കെ ധരിച്ച് കൈത്താളങ്ങൾ, വീണകളും കിന്നരവും പിടിച്ച് ബലിപീഠത്തിന്റെ കിഴക്ക് വശത്ത് നിന്ന് കാഹളം ഊതിക്കൊണ്ടിരുന്ന പുരോഹിതന്മാരോട് ചേർന്ന് നിന്ന് ഒരേ പിച്ച് മാറാതെ, അതാണ് പറയുന്നത്, ഏകസ്വരത്തിൽ കർത്താവിന് ഒത്തൊരുമിച്ച് കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലപിക്കുകയാണ്. പിച്ച് ഔട്ടാകാതെ എല്ലാവരും ഒരേപോലെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പാടുന്നതെന്ന് അറിയാമോ? അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. ഇതാണ് പാട്ടിന്റെ കണ്ടന്റ്. കർത്താവ് നല്ലവനാണ്, സ്തുതിക്കുക ദൈവത്തെ. അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുമെന്ന് അറിയാവോ? കർത്താവിന്റെ ആലയത്തിൽ മേഘം വന്നിറങ്ങി നിന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിക്കുക. ആരാധനയുടെ ഇടയ്ക്ക് ഇത് അന്ന് സംഭവിച്ച ഇന്ന് സംഭവിക്കും, അന്ന് സംഭവിച്ച ഇന്ന് സംഭവിക്കും. വിശ്വാസത്തോടെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസമില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ മേഘം ഇറങ്ങി വന്നിട്ട് പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛൻ തിരിഞ്ഞു നിന്ന് ധൂപക്കുറ്റി നോക്കുകയാണ്. എവിടെ ധൂപക്കുറ്റി? എവിടെ? ധൂപക്കുറ്റിക്കാരനെ കാണാനില്ല. കാരണം മേഘം വന്ന്, തേജസ് വന്ന്, വെട്ടം വന്ന് നിറഞ്ഞ കവിഞ്ഞങ്ങ് നിന്നു. അങ്ങോട്ട് ഇങ്ങോട്ട് കാണാനാവാത്ത വിധം, ശുശ്രൂഷ തുടരാനാവാത്ത വിധം ദൈവ തേജസ് ഇറങ്ങി വന്നു. പാടിയപ്പോ, സ്തുതിച്ചു പാടിയപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനല്ലേ നമ്മൾ കൊതിക്കുന്നേ? വെറുതെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടല്ല. നമ്മളിവിടെ വരുന്നത്, കർത്താവേ അങ്ങയുടെ തേജസ് ഞങ്ങളോടൊപ്പം ഇറങ്ങി വരണം, ഇതാഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, പാടി സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് ഇത്ര ശബ്ദത്തിലൊക്കെ വേണോ എന്നാരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം, കർത്താവിൻ്റെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കിന്നരങ്ങളോട്, സംഗീതോപകരണങ്ങളോട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണമെന്ന് തന്നെയാണ്. അതാണ്. ഒരു വാക്യം കൂടെ കണ്ടുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്, ആരാധന പൂർത്തിയാക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എന്ന് പറയുന്നത്, നമ്മൾ ഈ ആരാധന നടത്തുമ്പോൾ നമ്മൾ ആരും വന്ന് സൈലൻ്റായിട്ട് നിൽക്കരുത്. അത് ഈശോയ്ക്ക് വിഷമമാണ്. നമ്മൾ വെറുതെ വന്നിട്ട് കാഴ്ചക്കാരായിട്ട് നിൽക്കരുത്. അപ്പുറത്ത് നിൽക്കുന്ന ആര്, ഇപ്പുറത്ത് നിൽക്കുന്ന ആര് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. അപ്പുറത്ത് നിൽക്കുന്ന ആര്, ഇപ്പുറത്ത് നിൽക്കുന്ന ആര്, അവരൊന്നും ന്യായപീഠത്തിൽ ദൈവം മുമ്പാകെ നിൽക്കുമ്പോൾ സ്വർഗത്തിൽ മാലാഖമാരെ സ്തുതിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ നിൽക്കേണ്ടി വരുമ്പോൾ ഇവരാരും കാണണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സമയം, അനുവദിച്ച ആരോഗ്യം വിലപ്പെട്ടതായി കണ്ട് ശബ്ദഘോഷത്താൽ ദൈവത്തെ സ്തുതിക്കണം. യെശയ്യാ 6-ാം അധ്യായം 4-5 വാക്യങ്ങൾ കൂടി ഒന്ന് വായിക്കാമോ? അവയുടെ ശബ്ദഘോഷത്താൽ പൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളവുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. അവയുടെ ശബ്ദഘോഷത്താൽ എന്ന് പറഞ്ഞാൽ, അത് പറയുന്ന ഇതാണ്, ഉസിയാ രാജാവ് മരിച്ച വർഷം കർത്താവ് തന്റെ സാന്നിധ്യം ദേവാലയത്തിൽ നിൽക്കുന്നത് യെശയ്യാ കാണുന്ന ദർശനമാണ്. സെറാഫുകൾ കുടിൽ കൊണ്ടെടുത്ത ഒരു കനൽ ഈ യെശയ്യായുടെ നാവിനെ സ്പർശിക്കുന്ന ഒരു രംഗമാണ്. ഈ സെറാഫുകൾ 6 ചിറകുകൾ വീതമുള്ളവരാ. 2 എണ്ണം കൊണ്ട് പറന്ന് നിൽക്കുക, 2 എണ്ണം കൊണ്ട് ശരീരം മറച്ചു നിൽക്കുക, 2 ചിറകുകൾ കൊണ്ട് മുഖം മറച്ചു നിൽക്കുക. കാരണം ദൈവത്തിന്റെ തേജസ്, പ്രകാശം അത്രമേൽ വലുതാ. യെശയ്യാ കാണുന്ന ഒരു ദർശനമാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയ അഭിഷേകം കിട്ടുന്നവർക്കൊക്കെ ഈ ദർശനങ്ങളൊക്കെ കാണും. ദൈവത്തിന്റെ സാന്നിധ്യം ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇത് കണ്ടിട്ട് യെശയ്യാ പറയാണ്, ഞാൻ മരിച്ചു, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനാ, അശുദ്ധരുടെ ഇടയിൽ വസിക്കുന്നവനാ, ദൈവത്തെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു, ഞാൻ മരിക്കാൻ പോവാ. ഉടനെ
ഈ സെറാഫുകളിൽ ഒന്ന്, ഈ അഗ്നിക്കനൽ ഒന്ന് എടുത്തുകൊണ്ട് വന്ന് അവന്റെ നാവിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇതാ ഇത് നിന്റെ നാവിനെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ അശുദ്ധി വിട്ടുപോയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന നാവിലേക്ക് വെച്ച് തന്നുകൊണ്ട് പറയും, കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളാകുന്ന തീക്കട്ട നമ്മളെ വിശുദ്ധീകരിക്കുന്ന തീക്കട്ട. ഈ കനൽ ഇതാണെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ 4-5 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുകയാണ്, ഈ സെറാഫുകൾ ഉച്ചത്തിൽ സ്തുതിച്ചപ്പോ അവയുടെ ശബ്ദഘോഷത്താൽ ദേവാലയത്തിന്റെ പൂമുഖത്തിന്റെ അടിസ്ഥാനം ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. അതായത് മാലാഖമാരെ സ്തുതിക്കുമ്പോൾ വിശുദ്ധരൊക്കെ കാണുന്ന കാഴ്ച അത്രമേൽ ശക്തിയോട് ഉച്ചത്തിൽ സ്തുതിക്കുന്നത് കൊണ്ട് ദേവാലയത്തിന്റെ അടിത്തറ വരെ ഇളകുമെന്നാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു കൃപയാണ് ദൈവാലയത്തിൽ ദൈവത്തെ സ്തുതിക്കാനുള്ള കൃപ. അത് ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവെ, മനസ്സിലായി ദേവാലയത്തിന്റെ അടിത്തറ ഇളകി, അത്ര ശബ്ദമായിരുന്നു. പക്ഷെ ഈ പടലം, ധൂമം ഇങ്ങനെ ഉയരാൻ എന്താ കാര്യം? ധൂമം എന്ന് പറഞ്ഞാൽ എന്താ? ധൂമം പുക ഇങ്ങനെ ഉയരാൻ കാര്യം എന്താ? അടുത്ത വചനത്തിലുണ്ട്, കാരണം ഈ ബലിപീഠത്തിൽ ഈ കനലാണ്. എന്തുമാത്രം സ്തുതികൾ ഉയരുമോ അപ്പോഴെല്ലാം ഈ കനൽ ആളി കത്തുകയാ. അപ്പോൾ അതിനനുസരിച്ച് ദേവാലയത്തിൽ നിന്ന് കാണാം ഈ ധൂമം ഇങ്ങനെ ഉയരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം എന്തുമാത്രം ദൈവത്വ സ്തുതികൾ ഇവിടെ ഉയരുമോ ഈ ബലിപീഠത്തിലെ കനൽ തന്നെ പ്രകടമാക്കിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് വിദൂരങ്ങളിൽ ഈ ധൂമം ഉയരുന്നത് കാണും. ദേശത്തിന്റെ അടയാളമായി ഈ ആലയം ഉയരും. അതിനാൽ ദൈവസ്തുതികളാണ് അനിവാര്യമായി വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വെളിപാടിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം കൂടെ കണ്ട് ആശീർവാദത്തിനായി ഒരുങ്ങുക. 19-ാം അധ്യായത്തിലാണ്. പലരും ദൈവത്തെ ഈ യോഹന്നാൻ സ്ലീഹ കാണുന്ന ഒരു ദർശനമാണ് വെളിപാടിന്റെ പുസ്തകം പത്മോസ് ദ്വീപിൽ വെച്ച്. യോഹന്നാൻ സ്ലീഹ കാണുന്ന ദർശനം എന്ന് പറയുന്നത് ഭൂമിയിൽ നടത്തുന്ന ആരാധനകൾ സ്വർഗത്തിലെ ആരാധനയുടെ മുന്നോടിയാണ്. അതായത് നിങ്ങൾ എപ്പോഴൊക്കെ വെളിപാടിന്റെ പുസ്തകം വായിച്ചാലും അതിനകത്തെല്ലാം നിങ്ങൾ കാണുന്ന കാര്യം എന്താണെന്നറിയാവോ? നമ്മൾ കാണുന്നത് ഈ സ്വർഗത്തിലെ ആരാധനയെക്കുറിച്ചാണ്. ഈ ആരാധനയിൽ ധാരാളം കാര്യങ്ങളുണ്ട്. വിശുദ്ധരുടെ തിരുശേഷിപ്പുകളെ വണങ്ങുന്നതുണ്ട്. ഈ ആരാധനയിൽ ധൂപം അർപ്പിക്കുന്നതിനെ കുറിച്ചുണ്ട്. ഈ ആരാധനയിൽ ബലിപീഠത്തിൽ ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വണങ്ങി പ്രാർത്ഥിക്കുന്നതുണ്ട്. ഇതെല്ലാമാണ് കത്തോലിക്ക സഭയുടെ ആരാധനയിലുള്ള മുഴുവൻ കാര്യങ്ങളും. ബൈബിളിൽ പറയാത്ത ഒരു ആരാധനയും സഭയിലില്ല. നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കിയാൽ മതി. ഈ ആരാധനയുടെ കൃത്യം മോഡലുകളാണ് നമ്മൾ നടത്തുന്നത്. കാരണം ഇവിടെ ഇത് ശീലിച്ചാലേ സ്വർഗത്തിൽ ചെന്ന് വേറെ ആരാധനയൊന്നുമില്ല. ഇവിടെ നടക്കുന്ന ആരാധനകളാണ് സ്വർഗത്തിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് യോഹന്നാൻ സ്ലീഹായ്ക്ക് സ്വർഗത്തിന്റെ ഒരു വാതിൽ, ഒരു കോണ് ഇങ്ങനെ ദൈവം മാറ്റി കാണിച്ചിട്ട് കൊടുത്തു. ഇങ്ങനെയാണ് സ്വർഗത്തിലെ ആരാധന കേട്ടോ. യോഹന്നാൻ സ്ലീഹ പത്മോസ് ദ്വീപിലിരുന്ന് ആ ആരാധനകൾ കണ്ടിട്ട് എഴുതി വെച്ചപ്പോ 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കുറിച്ചിട്ടത്: ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെതുപോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശക്തമായ ഒരു സ്വരം യോഹന്നാൻ സ്ലീഹ കേൾക്കുകയാണ്. വെറുതെ ചെറിയ ശബ്ദമല്ല. ഈ ശബ്ദത്തെക്കുറിച്ച് അതിനൊരു ഏകദേശ രൂപം യോഹന്നാൻ സ്ലീഹ എഴുതിയിടുക. അങ്ങനെ അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കാൻ പറ്റിയുള്ളൂ. അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് വലിയ ജനക്കൂട്ടത്തിന്റെയും പെരുവെള്ളത്തിൻ്റെതും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെതും പോലുള്ള ഒരു ശബ്ദം. ആ ശബ്ദമല്ല, അതുപോലുള്ള ഒരു ശബ്ദം. ഗംഭീരമായ ഇടിമുഴക്കത്തിന്റെ പോലുള്ള പെരുവെള്ളം ഇങ്ങനെ കുത്തി ഒഴുകുന്ന കണക്കെ, വലിയ ജനക്കൂട്ടം ഉച്ചത്തിൽ ആരവം മുഴക്കുന്ന കണക്കെ ഒരു ശബ്ദം. അതുപോലല്ല, അതുപോലൊക്കെ ഏകദേശമുള്ള ഒരു ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്ലീഹായ്ക്ക് അത്രയുമൊക്കെ ഉപമിക്കാൻ പറ്റിയുള്ളൂ. അതിലും വലിയ സ്വരമാണ്, ദൈവസ്തുതികളാണ് സ്വർഗത്തിൽ ഉയരുന്നത്. സ്നേഹത്തോടെന്ന് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രഭാഷകൻ 43-ന്റെ 30-ാം വാക്യം പറയും: എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവം തന്ന നാവ്, ശബ്ദം, ശക്തി, ആരോഗ്യം, കഴിവ്, പണം, പ്രതാപം, കീർത്തി, പെരുമ, പ്രശസ്തി, ഡിഗ്രി, മെഡല്,
ദൈവം തന്നിരിക്കുന്ന മക്കള്, ജീവിതസഖി, ദൈവം തന്നിരിക്കുന്ന കൂട്ടുകാര്, അവരെയൊക്കെ ചേർത്ത് പിടിച്ച് പ്രിയപ്പെട്ടവരെ ദൈവത്തെ ആരാധിക്കണം. ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഇതാണ് ബൈബിള് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അവിടെ ഇവിടെ ഗിയോ എന്നിരുന്നിട്ട് പോകുന്നതില്ല കാര്യമില്ല. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ല, ഇതൊരു മസ്റ്റാണ്, ഇത് മാൻഡേറ്ററി ആണ്. ഇത് സമയമുണ്ടെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ ആരാധിക്കണമെന്നല്ല, ദൈവത്തെ ദൈവം ബൈബിൾ ആരാധിക്കണമെന്നും ദൈവത്തെ സ്തുതിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിളിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്തുമാത്രം അനുഗ്രഹം. ഒരു അനുഗ്രഹം എന്താണെന്നറിയോ? ദാവീദ് കിന്നരം മേട്ടി ദൈവത്തെ സ്തുതിച്ചൊരു പൈതല. ആടിനെ മേയിച്ചുകൊണ്ട് ജസ്സയുടെ ഇടയച്ചെറുക്കൻ നടന്നപ്പോഴെല്ലാം ഈ കിന്നരം മേട്ടി വീണ മേട്ടി ദൈവസ്തുതികൾ പാടിക്കൊണ്ടിരുന്നപ്പോ ഒരു ദിവസം രാജകൊട്ടാരത്തിൽ നിന്നൊരു വിളി, ദാവീദേ ഇങ്ങ് പോരാൻ പറഞ്ഞു. ദാവീദ് കിന്നരം എടുത്തുകൊണ്ട് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ സാവൂൾ രാജാവിന് കൂടെ പിശാച് പീഡയുണ്ട്, പിശാച് ബാധയാ. ദാവീദ് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ 2 പാട്ട് പാടാമെന്ന് പറഞ്ഞു. ദാവീദ് കിന്നരം വെച്ച് ഒരു പാട്ട് പാടുമ്പോൾ സാവൂളിലെ പീഡ അലറി വിളിച്ചുകൊണ്ട് വിട്ടു. ഈ പാട്ടിനകത്തൊക്കെ ശരി. അതുകൊണ്ട് പണ്ടത്തെ കാർന്നവന്മാർ പറഞ്ഞ, എടാ വായിച്ചു പാടി പ്രാർത്ഥിക്കടാ എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താ? സന്ധിക്കേ പാടി പ്രാർത്ഥിക്കേ, പീഡകൾ വിട്ടുപോകും. ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിച്ചാൽ അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ദാവീദ് ആടിനെ മേയിച്ചുകൊണ്ട് നടന്ന സമയങ്ങളിൽ കിന്നരം വീട്ടി വീണമേയിട്ട് ദൈവത്തെ സ്തുതിച്ച് ശീലിച്ചിരുന്നു. വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ നൃത്തം ചവിട്ടി ഇവൻ തുള്ളിച്ചാടി ദൈവത്തെ പാടി സ്തുതിക്കൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് അവന്റെ വിരൽത്തുമ്പിലൂടെ സങ്കീർത്തനങ്ങൾ പാട്ടുകളായി വിരചിതമായത്. പ്രിയപ്പെട്ടവരെ, പാട്ട്, ദൈവസ്തുതി ദൈവ പൈതലിന് നിർബന്ധമായിട്ടുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കും. അതുകൊണ്ട് ഈ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ അപ്പുറത്തൊന്നും നോക്കരുത്. ആര് നിന്നാലും ആര് നിന്നില്ലേലും വിളിച്ചാൽ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ആരൊക്കെ നിൽക്കുന്നത് കാണാനും വേണ്ട. നമ്മൾ ദൈവത്തെ വളരെ സ്നേഹത്തോടെ ശക്തിയോടെ പാടി സ്തുതിക്കാം. കരങ്ങൾ ഉയർത്താം.